അപ്ഡേറ്റ് സമയത്ത് ഫോണിന്റെ ഹാർഡ്വെയറിന് ഉണ്ടാകുന്ന അമിതമായ സ്ട്രെസ് മൂലം കണക്ഷനുകൾക്ക് ഡാമേജ് ഉണ്ടാകാൻ ആരംഭിക്കുന്നു. ഫോണിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഫോണിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ പൂർണ്ണമായി ഡിലീറ്റ് ചെയ്ത് പുതിയത് സ്ഥാപിക്കുകയാണ്. ഈ സമയം ശരിക്കും ഫോണിന്റെ ഡിസ്പ്ലേക്ക് പ്രവർത്തിക്കുവാൻ കഴിയില്ല. പക്ഷെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കാണാം അപ്ഡേറ്റിംഗ് എന്നതും അതിന്റെ ലെവൽ കാണിക്കുന്നതും നമുക്ക് കാണാം. ഇതിനായി ഒരു ഓൾട്ടർനേറ്റീവ് ചിപ്പാണ് ഉപയോഗിക്കുന്നത്. ഈ ചിപ്പിന് ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് റെഗുലേറ്റ് ചെയ്യാനോ ബ്രൈറ്റ്നസ് കുറയ്ക്കുവാനോ കഴിയില്ല. നിങ്ങളുടെ ഫോണിന് 120 ഹെർട്സ് അല്ലെങ്കിൽ 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ടാകാം. എന്നാൽ ഫോണിന്റെ എല്ലാ പ്രവർത്തനത്തിനും ഈ പരമാവധി റിഫ്രഷ് റേറ്റ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇത് ക്രമീകരിക്കുന്നത്. ഗെയിം കളിക്കുമ്പോൾ ആവശ്യമായ റിഫ്രഷ് റേറ്റ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വേണ്ട. ഫോണിലെ സോഫ്റ്റ്വെയറിന് മാത്രമേ ഈ ക്രമീകരണം നടത്തുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് അതിന്റെ മാക്സിമത്തിലും ബ്രൈറ്റ്നസും അതിന്റെ മാക്സിമത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഒപ്പം ഫോണിന്റെ CPU-വും GPU-വും എല്ലാം അതിന്റെ ഫുൾ പവറിൽ വർക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഫോണിന്റെ സർക്യൂട്ടുകളെല്ലാം ചൂടാകും. ആമോലെഡ് പാനലുകൾക്ക് ഈ ചൂട് താങ്ങാൻ കഴിയില്ല. അങ്ങനെ ചെറിയ ഡിസ്പ്ലേ കണക്ടറുകൾ ബന്ധം വിട്ടുപോവുകയും പിന്നീടുള്ള ഉപയോഗത്തിൽ ഗ്രീൻ ലൈനുകൾ വരാൻ തുടങ്ങുകയും ചെയ്യും. സാംസങ് ഗാലക്സി ഫോണുകളിൽ ഈ പ്രശ്നം വരാൻ കാരണം ഒന്ന് ആമോലെഡ് ഡിസ്പ്ലേ ആണ് അതിൽ വരുന്നത്. രണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് റിഫ്രഷ് റേറ്റും ബ്രൈറ്റ്നസും കുറിച്ച് ക്രമീകരിക്കാനുള്ള കസ്റ്റമൈസേഷൻ അവർ നൽകിയിട്ടില്ല. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞു വന്നു തുടങ്ങിയ ഗ്രീൻ ലൈൻസ് ഹാർഡ്വെയറിലെ കേട് കാരണം കൊണ്ടായതുകൊണ്ട് തന്നെ മറ്റൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് പരിഹരിക്കുവാൻ കഴിയില്ല. സാംസങ് ഇതുവരെ ഈ പ്രശ്നത്തിൽ വ്യക്തമായ ഒരു വിശദീകരണം നൽകാതിരുന്നതിനും കാരണമുണ്ട്. ഹാർഡ്വെയറിന്റെ പ്രശ്നം മൂലമാണ് ഈ ഡാമേജ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറന്റി കാലയളവിലുള്ള ഫോണുകളുടെ ഡിസ്പ്ലേ മുഴുവനും കമ്പനി ഫ്രീ ആയി മാറി നൽകേണ്ടി വരും. ഇത് കമ്പനിക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. എന്നാൽ സാംസങ്ങിന്റെ പുതിയ ഫോണുകളിൽ ഈ പ്രശ്നം പരിഹരിച്ചിട്ടുള്ളതായി അറിയുന്നുണ്ട്. ഒപ്പം VC കൂളിംഗ് സിസ്റ്റം ഒക്കെ നൽകുന്നതിലൂടെ ചൂട് ഒരു പരിധി വരെ കുറയ്ക്കുവാനും കഴിയുന്നുണ്ട്. സാംസങ് ഗാലക്സി S20, S21, S22 ഫോണുകളിലാണ് പ്രധാനമായും ഈ പ്രശ്നം വന്നിട്ടുള്ളതെങ്കിലും AMOLED അല്ലെങ്കിൽ OLED ഡിസ്പ്ലേ വരുന്ന ഏത് ബ്രാൻഡിന്റെ ഫോണുകളിലും ഈ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു വർഷത്തിലധികം പഴക്കമുള്ള AMOLED അല്ലെങ്കിൽ OLED ഡിസ്പ്ലേ ഉള്ള ഫോണുകളിലാണ് അപ്ഡേറ്റിനെ തുടർന്ന് പ്രധാനമായും ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നിരന്തരമായ ഉപയോഗത്തിലൂടെ ഫോണിനുണ്ടാകുന്ന ചൂടും തേയ്മാനവുമാണ് ഡിസ്പ്ലേയിലെ ഡാമേജിലേക്കും നയിക്കുന്നത്. അപ്ഡേറ്റ് സമയത്തുണ്ടാകുന്ന വലിയ ഇന്റേണൽ പ്രഷർ പെട്ടെന്ന് തന്നെ ഡിസ്പ്ലേയുടെ കണക്ഷനുകൾ ഡാമേജ് ആവുകയും ചെയ്യും.